Hello, I'm Nidhi Elsa George. I've scored 97.9 percentile in CAT 2023. അപ്പോൾ ഈ ഒരു CAT ജേർണിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ RIT കോട്ടയം നിന്ന് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇയറിൽ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് മൊത്തം IT അല്ലെങ്കിൽ ടെക്നിക്കൽ റോൾസിലേക്കുള്ള പ്ലേസ്മെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് എനിക്കൊരു റിയലൈസേഷൻ വന്നത് ദാറ്റ് എനിക്ക് അങ്ങനെ ഒരു പ്യുവർലി ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു റോളിലേക്ക് പോകാൻ അത്ര താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഫീൽഡ് സ്വിച്ച് ചെയ്യാനും അതുപോലെ തന്നെ ഒരു എന്താ പറയുക കോർപ്പറേറ്റ് വേൾഡിൽ നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഓപ്ഷൻസിനെ പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി CAT അല്ലെങ്കിൽ MBA ആണ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ആക്ച്വലി 2022 CAT ഒന്ന് അറ്റംപ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ അപ്പോൾ ഞാൻ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു പെർസെൻറ്റൈലോ ബി സ്കൂളോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് നല്ലൊരു പ്രിപ്പറേഷൻ നല്ലൊരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറേ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എൻ്റെ ആ ഒരു ലൊക്കാലിറ്റിയിൽ എനിക്ക് ആക്സസിബിൾ ആയിട്ടുള്ളിടത്ത് ടൈം കോട്ടയമാണ് എനിക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെയാണ് ഞാൻ ടൈം കോട്ടയം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഞാനൊരു കോച്ചിങ് സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്ത് വന്ന ആളാണ്. പക്ഷേ ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു കോട്ടയം ടൈമിൽ വന്നപ്പോൾ. കാരണം ഇവിടുത്തെ എല്ലാവരും തന്നെ ഫാക്കൽറ്റി എല്ലാവരും എൻഷുർഡ് ദാറ്റ് ഇവിടുത്തെ നല്ലൊരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ഇവിടെ ഉണ്ട്. വളരെ ഫ്രീ ആയിട്ടുള്ള പക്ഷേ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ആണ് എനിക്ക് ഒരു ഇയർ എനിക്കിവിടെ കിട്ടിയത്. അപ്പോൾ CATൻ്റെ പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മേജർലി 3 സെക്ഷൻസ് ആണുള്ളത്, VRC, ക്വാണ്ട് ആൻഡ് DLR. അപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആളായതുകൊണ്ട് തന്നെ ക്വാണ്ട് വളരെ നല്ലതായിരിക്കും എന്നൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ച അത്ര നല്ല ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് എനിക്ക് ആദ്യം മനസ്സിലായി. അപ്പോൾ എടുത്തു വരേണ്ട കാര്യമാണ് ഇവിടെ ക്വാണ്ടിൻ്റെ ഫാക്കൽറ്റി വിനീത് സാറും അതുപോലെ പീറ്റർ സാറും ഒക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. അപ്പോൾ അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വിനീത് സാറൊക്കെ എല്ലാ സെക്ഷൻസിനും നല്ലൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യാനും നമ്മളെ അനലൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ട്രാറ്റജി സെറ്റാക്കിയിട്ട് അത് ഫോളോ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനിപ്പോൾ CATന് തന്നെ ക്വാണ്ടിനും അതുപോലെ തന്നെ DLRനും 5 ക്വസ്റ്റ്യൻസ് മാത്രമാണ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ പക്ഷെ എന്നിട്ടും എനിക്ക് നല്ലൊരു പെർസെൻറ്റേജ് എത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ VRC എൻ്റെ ഒരു സ്ട്രോങ് സ്യൂട്ടായിരുന്നു, അതുകൊണ്ട് അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ എനിക്ക് 97.9 പെർസെൻറ്റേജ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇവർ തന്ന ഒരു ഗൈഡൻസും സ്ട്രാറ്റജിയും ഒക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ പ്രോസസ്സാണ്. അപ്പം ഇൻ്റർവ്യൂവിനാണെങ്കിലും എനിക്ക് പ്രയർ എക്സ്പീരിയൻസസ് ഒന്നുമില്ല. അപ്പോൾ അതിനും ഇവിടെ എല്ലാ ഫാക്കൽറ്റിയും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേ മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം മോക്സ് ഒക്കെ ആയിട്ട് ആ ഒരു എക്സ്പീരിയൻസോടെയാണ് പല ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്തത്. എനിക്ക് ഓൾഡ് IIMസിൻ്റെ 3 ഓൾഡ് IIMസിൻ്റെയും അതുപോലെ തന്നെ ന്യൂ ആൻഡ് ബേബി IIMസിൻ്റെ ഒക്കെ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി കുറച്ച് കോഴ്സൊക്കെ തന്നെ കൺവേർട്ട് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ IIM കോഴിക്കോടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി എൻ്റെ ഒരു ഡ്രീം ബി സ്കൂൾ തന്നെയായിരുന്നു. അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും നല്ലൊരു റിസൾട്ട് എനിക്ക് ഇവിടെ ടൈം കോട്ടയം വന്നതുകൊണ്ട് കിട്ടിയെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനിയിപ്പം CATന് അല്ലെങ്കിൽ MBA ആസ്പയർ ചെയ്യുന്ന എല്ലാവർക്കും for CAT or any other management exams, I highly recommend Time Kottayam. I can assure you that your dreams will come true here. Thank you.